സഹനത്തിന്റെ അഗ്നിപഥം. പാലാഴി മഥനം എന്ന മഹാദൗത്യം അവസാനിച്ചപ്പോൾ ദേവന്മാർ അമൃത് പങ്കുവെക്കുന്ന തിരക്കിലായിരുന്നു. അസുരന്മാരാകട്ടെ അമൃത് തട്ടിയെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. എന്നാൽ ഈ ലോകത്തിനു മുഴുവൻ അമൃത് ലഭിക്കാൻ കാരണക്കാരനായ ആ വലിയ നാഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. മന്ദരപർവ്വതം പോലൊരു കൂറ്റൻ മലയെ ആയിരക്കണക്കിനു വർഷങ്ങൾ തന്റെ ശരീരത്തിൽ ചുറ്റിക്കടന്നപ്പോൾ വാസുകിയുടെ ശരീരം അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയിരുന്നു. പർവ്വതത്തിന്റെ കൂർത്ത പാറക്കല്ലുകൾ ഉരസി അദ്ദേഹത്തിന്റെ കനകവർണ്ണമുള്ള ശൽക്കങ്ങൾ അടർന്നു വീണു. ഓരോ വലിയുണ്ടാകുമ്പോഴും വാസുകിയുടെ നട്ടെല്ല് പൊട്ടുന്ന വേദനയാണ് അനുഭവിച്ചത്. ആ വേദന സഹിക്കാനാവാതെ വന്നപ്പോഴാണ് ലോകത്തെ ദഹിപ്പിക്കാൻ ശേഷിയുള്ള വിഷം അദ്ദേഹത്തിന് പുറത്തുവിടേണ്ടി വന്നത്. മഥനം കഴിഞ്ഞപ്പോൾ വാസുകി അവശനായി മണ്ണിൽ കിടന്നു. വിയർപ്പും രക്തവും കലർന്ന് അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെട്ടു. എങ്കിലും തന്റെ കർത്തവ്യം പൂർത്തിയാക്കിയതിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന കൈലാസനാഥനായ പരമശിവൻ വാസുകിയുടെ അടുത്തെത്തി. എല്ലാവരും അമൃതിനായി ഓടുമ്പോൾ വേദന കടിച്ചുപിടിച്ച് നിശബ്ദനായി ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന കൈലാസനാഥനായ പരമശിവൻ വാസുകിയുടെ അടുത്തെത്തി. എല്ലാവരും അമൃതിനായി ഓടുമ്പോൾ വേദന കടിച്ചുപിടിച്ച് നിശബ്ദനായി കിടക്കുന്ന വാസുകിയുടെ ത്യാഗം ശിവനെ സ്പർശിച്ചു. ഭഗവാൻ തന്റെ തണുത്ത കൈകൾ കൊണ്ട് വാസുകിയുടെ മുറിവുകളിൽ തലോടി. ആ സ്പർശനത്തിൽ വാസുകിയുടെ വേദനകളെല്ലാം അലിഞ്ഞില്ലാതായി. ശിവൻ ചോദിച്ചു, വാസുകി, നിന്റെ ത്യാഗത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ലോകരക്ഷയ്ക്കായി നീ അനുഭവിച്ച ഈ വേദനയ്ക്ക് പ്രതിഫലമായി നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ഇന്ദ്രപദവിയോ അതോ നാഗലോകത്തിന്റെ അധിപതിയെന്ന നിലയിലുള്ള അനന്തമായ സമ്പത്തോ? വാസുകി വിനീതനായി മറുപടി നൽകി, ഭഗവാനെ, എനിക്ക് ഇന്ദ്രപദവിയോ സ്വർണമോ ആവശ്യമില്ല. നിന്റെ തണുത്ത കൈകൾ എന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ തന്നെ എനിക്ക് മോക്ഷം ലഭിച്ചു. ലോകം മുഴുവൻ ഉപേക്ഷിച്ച എന്നെ നീ ചേർത്തുപിടിച്ചല്ലോ. എനിക്ക് നിന്റെ സാമീപ്യം മാത്രം മതി. അങ്ങയുടെ പാദങ്ങളിൽ ഒരു ധൂളിയായി കിടന്നാൽ മാത്രം മതി.